In the previous class, we discussed about the features of Holy Roman Empire and Eastern Roman Empire. Now, we are going to discuss the Arab Empire. നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നു, ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ അറബ് എംപയറിൻ്റെ ഏരിയ നമുക്ക് പാഠഭാഗത്ത് ലെസണിലേക്ക് തിരിച്ചു വരാം. ദി റീജിയൻ വിച്ച് ഇൻക്ലൂഡഡ് ഇറാഖ്, ഇറാൻ ആൻഡ് സൗദി അറേബ്യ was known as Arabia. The Arabs made outstanding contributions to the medieval world. നമ്മൾ കണ്ടു അറബ് ഏരിയ, അറേബ്യൻ ഏരിയ, അറേബ്യ എന്ന് പറയുന്നത് തന്നെ 3 പ്രദേശങ്ങൾ, ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ ചേർന്ന പ്രദേശമാണ്. The Arabs made outstanding contributions to the medieval world. വലിയ തോതിൽ തന്നെ ഉള്ള സംഭാവനകൾ, കോൺട്രിബ്യൂഷൻ, സംഭാവനകൾ അറബ്സ് ലോകത്തിന് നൽകിയിട്ടുണ്ട്. ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് അറബ്സ് ഇൻ ദി realm of culture was already discussed in the previous class. അതായത് നമ്മൾ ഈ അറബ്സ് ലോകത്തിന് നൽകിയ സംഭാവനകൾ നമ്മൾ കൾച്ചറിലെ സാംസ്കാരികമായിട്ടുള്ള സംഭാവനകൾ മുൻപേ പഠിച്ചിട്ടുള്ളതാണ്. ഇൻ ദി പൊളിറ്റിക്കൽ സ്ഫിയർ ഓൾസോ ദേ കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട്. പൊളിറ്റിക്കലായിട്ട്, രാഷ്ട്രീയപരമായിട്ട് അറബ്സ് ലോകത്തിന് നൽകിയ സംഭാവനകൾ ധാരാളമുണ്ട്. മുഹമ്മദ്, ദി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം, was the head of the Arab state. മുഹമ്മദ്, ദി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം, ഇസ്ലാം മതത്തിൻ്റെ മുഹമ്മദ് നബിയാണ്. പ്രോഫറ്റ് മീൻസ് പ്രവാചകനാണ് അറബ് സ്റ്റേറ്റ് സ്ഥാപിച്ചത്. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് ഇൻ 632 CE, Arabia was ruled by caliphs. During their reign, the Arab Empire was very vast, which included regions from Asia Minor to the Arabian Sea. അപ്പോൾ അറേബ്യ ഈ കാലിഫ്സിൻ്റെ സമയത്തും ഡ്യൂറിങ് ദെയർ റെയിൻ, അതായത് ഖലീഫ മുഹമ്മദ് പ്രവാചകൻ, മുഹമ്മദിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഖലീഫമാരാണ് ഭരിച്ചിരുന്നത്. ഖലീഫമാരുടെ ഭരണകാലത്ത്, ഖലീഫ്സിൻ്റെ ഭരണകാലത്ത് അറബ് എംപയർ വാസ് വെരി വാസ്റ്റ്, വിച്ച് ഇൻക്ലൂഡഡ് റീജിയൻസ് ഫ്രം ഏഷ്യ മൈനർ ടു ദി അറേബ്യൻ സീ. അത്രയും ഏഷ്യ മൈനർ മുതൽ അറേബ്യൻ സീ വരെ ഉൾപ്പെട്ടതായിരുന്നു ആ ഭൂപ്രദേശം. Their capital was Medina. അപ്പോൾ കാലിഫ്സിൻ്റെ ഭരണകാലത്ത് അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി, അറബ്സ് എംപയറിൻ്റെ ക്യാപിറ്റൽ സിറ്റി മെദീനയായിരുന്നു. ആഫ്റ്റർ ദി early caliphs, Arabia was ruled by the Umayyad dynasty. അപ്പോൾ കാലിഫ്സിന് ശേഷം അറേബ്യ ഭരിച്ചത് ഉമയ്യദ് ഡൈനാസ്റ്റിയാണ്. They introduced centralized administration in Arabia. അവരെ ഒരു കേന്ദ്രീകൃത ഭരണവ്യവസ്ഥയാണ് അറേബ്യയിൽ നടപ്പിലാക്കിയത്. ഏത് ഡൈനാസ്റ്റിയാണ്? ഉമയ്യദ് ഡൈനാസ്റ്റി. ദി ഗോൾഡ് കോയിൻ ദിനാർ ആൻഡ് സിൽവർ കോയിൻ ദിർഹം were issued by the Umayyads. Repeat ചെയ്യുന്നു. The gold coin dinar and the silver coin dirham were issued by the Umayyads. Their capital was Damascus. അവരുടെ തലസ്ഥാനം ഡമാസ്കസ് ആയിരുന്നു. അപ്പോൾ ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ കാലത്ത് അവരുടെ ക്യാപിറ്റല് ഡമാസ്കസ് ആയിരുന്നു.
After the Umayyads, the Abbasids became rulers. Umayyadsന് ശേഷം Abbasids became rulers. During the period of the Abbasids, the capital was shifted to Baghdad. അപ്പോൾ അബ്ബാസിഡ്സിന്റെ കാലത്ത് ക്യാപിറ്റല് അറേബ്യയുടെ ക്യാപിറ്റല് ബാഗ്ദാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. The most famous ruler of the Abbasid dynasty was Harun al-Rashid. As a benevolent ruler, he implemented many welfare measures. The most famous ruler of Abbasid dynasty, Abbasid dynastyയിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു ഹാറൂൺ അൽ റഷീദ്. As a benevolent ruler, ഒരു ജനക്ഷേമ തൽപരനായ ഭരണാധികാരി എന്ന നിലയിൽ he implemented many welfare measures. അതായത് ക്ഷേമപരമായ വെൽഫെയർ മീൻസ് ക്ഷേമം, ജനങ്ങൾക്ക് താല്പര്യമുള്ള നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങളാണ് മെഷേഴ്സ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഇറ്റ് വാസ് ഡ്യൂറിങ് ഹിസ് പീരിയഡ് ദാറ്റ് ഹോസ്പിറ്റൽസ് were established in Arabia for the first time. ആദ്യമായിട്ട് അറേബ്യയിലെ ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചത് ഹാറൂൺ അൽ റഷീദിന്റെ ഭരണകാലഘട്ടത്തിലാണ്. Judicial administration was based on the principles of Islam. ഇനി നീതിന്യായ സംവിധാനങ്ങൾ ഇസ്ലാമിന്റെ തത്വങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് ആയിരുന്നു. ആൻഡ് ദി റൂൾ ഓഫ് ലോ judicial administration based on the principles of Islam and the rule of law was strictly observed. ഇനി എല്ലാ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിയമങ്ങളുമെല്ലാം സ്ട്രിക്ട്ലി ഒബ്സേർവ്ഡ്, കാര്യമായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ നിരീക്ഷിച്ചിരുന്നു. The people were free to travel anywhere in the empire without fear. ആ സാമ്രാജ്യത്തിലെ അറേബ്യൻ സാമ്രാജ്യത്തിലെ ഉടനീളം ജനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാൻ, പേടി കൂടാതെ സഞ്ചരിക്കാൻ സാധിച്ചിരുന്നു. ഹാറൂൺ അൽ റഷീദ് എസ്റ്റാബ്ലിഷ്ഡ് കോണ്ടാക്ട്സ് വിത്ത് ദി ഹോളി റോമൻ എംപയർ ആൻഡ് സെൻഡ് അംബാസിഡേഴ്സ് ടു ദി പാലസ് ഓഫ് ചാർലിമെയിൻ. അദ്ദേഹത്തിന്റെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിനും അദ്ദേഹത്തിന്റെ ഭരണകാലം സാക്ഷിയായി. അതായത് ഹാറൂൺ അൽ റഷീദ് സ്ഥാപിച്ചു കോണ്ടാക്ട്സ് വിത്ത് ദി ഹോളി റോമൻ എംപയർ, ഹോളി റോമൻ എംപയറുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. ആൻഡ് സെൻഡ് അംബാസിഡേഴ്സ് ടു ദി പാലസ് ഓഫ് ചാർലിമെയിൻ. ഹോളി റോമൻ എംപയറിന്റെ ഭരണാധികാരിയായിട്ടുള്ള ചാർലിമെയിന്റെ പാലസിലേക്ക് ആളുകളെ, അംബാസിഡേഴ്സിനെ പറഞ്ഞയക്കുകയും ചെയ്തു. നെക്സ്റ്റ് നമ്മൾ അടുത്ത എംപയറിലേക്ക് നമ്മൾ കാണുകയാണ്. സെന്റർ ഓഫ് പവർ, ദി ഓട്ടോമൻ എംപയർ. വാട്ട് ഈസ് ദി റീസൺ ഫോർ ദി ഡൗൺഫാൾ ഓഫ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ? നമുക്ക് ആ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ പ്രദേശങ്ങൾ പലതും ഈ ഓട്ടോമൻ എംപയറിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരിക്കൽ കൂടി പറഞ്ഞു, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ പ്രദേശങ്ങൾ പലതും ഓട്ടോമൻ എംപയറിലും കാണാൻ സാധിക്കും. അപ്പൊ നമ്മളിപ്പോ ചോദ്യം ഒന്ന് നമ്മൾ കണ്ടു, എന്താണ് വാട്ട് ഈസ് ദി റീസൺ ഫോർ ദി ഡൗൺഫോൾ ഓഫ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ? നമ്മൾ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ആ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചു, എന്താണ് with the capture of the Constantinople captured by Turks, the Eastern Roman Empire collapsed. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ തകർച്ചയാണ് ഓട്ടോമൻ എംപയറിന്റെ വളർച്ചയ്ക്ക് കാരണമായത്. നമുക്ക് ലെസണിലേക്ക് വരുന്നു. വിത്ത് ദി
capture of Constantinople in 1453 CE by the Turkish leader Muhammad II, the Ottoman Empire was strengthened. മുഹമ്മദ് സെക്കൻഡ് കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റലായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടുകൂടി ദി ഓട്ടോമൻ എംപയർ വാസ് സ്ട്രെങ്തൻഡ്, ശക്തി പ്രാപിച്ചു. ബൈ ദെൻ മെനി ടെറിട്ടറീസ് ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ ഹാഡ് ബിക്കം എ പാർട്ട് ഓഫ് ദി ഓട്ടോമൻ എംപയർ. അപ്പോ അതിനെ തുടർന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതിനെ തുടർന്ന് ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ മെനി ടെറിട്ടറീസ് ആരുടെ ഭാഗമായി തീർന്നു? ഓട്ടോമൻ റോമൻ എംപയറിന്റെ ഭാഗമായി തീർന്നു. ദി ഓട്ടോമൻ എംപയർ റീച്ച്ഡ് ഇറ്റ്സ് സെനീത്ത്. സെനീത്ത് മീൻസ് അതിന്റെ പ്രാഭവം, ഏറ്റവും അധികം വളർച്ച ഡ്യൂറിംഗ് ദി ടൈം ഓഫ് സുലൈമാൻ. ഒട്ടോമൻ എംപയർ അതിന്റെ വളർച്ചയുടെ പാരമ്യത്തിൽ എത്തിയത് സുലൈമാന്റെ ഭരണകാലത്താണ്. ഹി വാസ് കോൾഡ് അൽ ഖാനൂനി. ഈ സുലൈമാൻ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? അൽ ഖാനൂനി എന്ന പേരിൽ അറിയപ്പെട്ടത്. അതിന്റെ അർത്ഥം ദി ലോ ഗിവർ, നിയമം നൽകിയ ആൾ. ഹി കോഡിഫൈഡ് ദി ഓട്ടോമൻ ലോസ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, സുലൈമാൻ എന്തൊക്കെ ചെയ്തു? ഹി കോഡിഫൈഡ് ദി ഓട്ടോമൻ ലോസ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദി എംപയർ. ഡ്യൂറിംഗ് ദിസ് പീരീഡ് many regions of Europe became part of the Ottoman Empire. അപ്പോൾ സുലൈമാന്റെ ഭരണകാലത്ത് many regions of Europe, യൂറോപ്പിന്റെ കൂടുതൽ ഭാഗങ്ങളും became part of the Ottoman Empire. Thus, the Europeans realized the military strength of Asia through the Ottoman rulers. Ottoman rulersലൂടെയാണ് ഏഷ്യയുടെ യഥാർത്ഥ ശക്തി ആര് മനസ്സിലാക്കിയത്? യൂറോപ്യന്മാർ മനസ്സിലാക്കിയത്. The Ottoman Empire disintegrated, തകർന്നു അല്ലെങ്കിൽ ചിതറിപ്പോയി ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം, ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങിയത് 1914, അവസാനിച്ചത് 1990. 1914 തുടങ്ങി 1919 അവസാനിച്ചു. 1919 ദി Ottoman Empire disintegrated, ചിതറിപ്പോയി ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ. നമ്മുടെ നെക്സ്റ്റ് എംപയറിലേക്ക് പ്രവേശിക്കുകയാണ്, ദി മംഗൾ എംപയർ. മംഗൾ എംപയർ നമ്മുടെ മാപ്പിലേക്ക് വീണ്ടും നമ്മൾ ഒന്ന് കണ്ണോടിക്കുന്നു. അവിടെ നമ്മുടെ ഇന്ത്യക്ക് മുകളിലായിട്ട്, അതായത് റഷ്യക്കും ചൈനയ്ക്കും ഇടയിലായിട്ട് നമ്മുടെ പസഫിക് ഓഷ്യൻ ഒരു ഭാഗത്ത് അതിർത്തി കാണുന്നു. ആ ചൈനയുടെയും അതുപോലെ തന്നെ പസഫിക് ഓഷ്യനൊക്കെ അതിർത്തി പങ്കിടുന്നു. അവിടെ ഈസ്റ്റേൺ ഭാഗത്ത്, വെസ്റ്റേൺ ഭാഗത്താണെങ്കിൽ റഷ്യ. അപ്പൊ അതിന്റെ ടെറിട്ടറി നിങ്ങൾക്ക് കണ്ട് മാപ്പിൽ നോക്കി മനസ്സിലാക്കാം. നമ്മൾ വീണ്ടും ലെസണിലേക്ക് വരുന്നു. മംഗോളിയ ഈസ് ദി region between Russia and China in Central Asia. സെൻട്രൽ ഏഷ്യയിലെ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലായിട്ടാണ് മംഗോളിയ സ്ഥിതി ചെയ്യുന്നത്. It is a region characterized by vast meadows, deserts and mountains. അപ്പോൾ ഇതിന്റെ പ്രദേശങ്ങളിൽ എന്തൊക്കെയാണുള്ളത്? അപ്പോൾ വാസ്റ്റ് മെഡോസ്, പുൽമേടുകളുണ്ട്, വിശാലമായ പുൽമേടുകൾ, ഡിസേർട്ടുകൾ, മരുഭൂമികൾ, ആൻഡ് മൗണ്ടൻസ്. ദി ക്ലൈമറ്റ് ഓഫ് മംഗോളിയ ഈസ്
ഈസ് എക്സ്ട്രീം. കഠിനമായ കാലാവസ്ഥയാണ് മംഗോളിയയിൽ അനുഭവപ്പെടുന്നത്. സിവിയർ ഹോട്ട് ഇൻ ദി സമ്മർ ആൻഡ് എക്സ്ട്രീംലി കോൾഡ് ഇൻ വിന്റർ. കഠിനമായ ചൂട് സമ്മർ സീസണിലും ആൻഡ് ദി എക്സ്ട്രീംലി കോൾഡ് കഠിനമായ തണുപ്പ് വിന്റർ സീസണിലും അനുഭവപ്പെടുന്നു. ദി മംഗോൾസ് വേർ നോമാഡ്സ്. അവരെ എങ്ങനെയുള്ളവരായിരുന്നു? നോമാഡ്സ്, നാടോടികളായിരുന്നു. അവർക്ക് വീടൊന്നുമില്ല, അവരിങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും. സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കാത്തവരെയാണ് നോമാഡ്സ് എന്ന് പറയുന്നത്, നാടോടികൾ. ഹു ലിവ്ഡ് ഇൻ ടെന്റ്സ്. അവരെവിടെ താമസിക്കുന്നത്? ടെന്റുകളിലാണ് അവർ താമസിക്കുന്നത്. There were different tribes among the Mongols. അവരിലെ വ്യത്യസ്തങ്ങളായ ട്രൈബുകളുണ്ട്, ട്രൈബുകളായിട്ട്. Who always roamed around on horses. അവരുടെ പ്രത്യേകത എന്താണ്? അവരെപ്പോഴും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. Around on horses. ഏതിന്റെ പുറത്ത്? കുതിരപ്പുറത്തിരുന്നുകൊണ്ട്. It was Genghis Khan who unified them. അതിന് അവരെ ഒന്നിപ്പിച്ച വ്യക്തിയാണ് ജിങ്കിസ് ഖാൻ. ആരാണ് അവരെ ഒന്നിപ്പിച്ചത്? മംഗോളിയൻസിനെ ഒന്നിപ്പിച്ച വ്യക്തിയാണ്, മംഗോൾസിനെ ഒന്നിപ്പിച്ച വ്യക്തിയാണ് ജിങ്കിസ് ഖാൻ. who unified them and founded the Mongolian Empire. അദ്ദേഹം എന്ത് സ്ഥാപിച്ചു? മംഗോളിയൻ എംപയർ സ്ഥാപിച്ചു. The seat of Genghis Khan was at Karakoram on the banks of river Ottoman in Siberia. അദ്ദേഹത്തിന്റെ ജിങ്കിസ് ഖാന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? കാരക്കോറം. അതെവിടെയാണ്? ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി റിവർ ഓനോൺ. ഓലോൺ നദിയുടെ തീരത്ത്, സൈബീരിയയിലെ ഓലോൺ നദിയുടെ തീരത്താണ് ഈ കാരക്കോറം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് അവരുടെ പ്രത്യേകതകളിലേക്ക് കിടക്കാം. ദി ചീഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദി മംഗൾ ആർമി വാസ് ഇറ്റ്സ് സ്ട്രോങ് കവൽറി. അവരുടെ സവിശേഷത, അവരുടെ ആർമിയുടെ, മംഗൾ ആർമിയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് നോക്കാം. എന്താണ് അതിലെ? ശക്തമായ ഒരു കവൽറി, മീൻസ് കുതിരപ്പടയാണ് അവർക്കുണ്ടായിരുന്നത്. സ്ട്രോങ് കവൽറി, അവർക്ക് ശക്തമായ കുതിരപ്പട ഉണ്ടായിരുന്നു. മെയിൻ അട്രാക്ഷൻ ഓഫ് ദി ആർമി വാസ് ദി സ്മോൾ കാനൻസ് which could be used while sitting on horseback. അത് എവിടെ ഇരുന്ന് ഉപയോഗിക്കാൻ പറ്റും? മെയിൻ അട്രാക്ഷൻ ഓഫ് ദി ആർമി വാസ് സ്മോൾ കാനൻസ്, ചെറിയ പീരങ്കികൾ, which could be used while sitting on horseback. കുതിരപ്പുറത്ത് ഇരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ പീരങ്കികളായിരുന്നു ആ മംഗൾ ആർമിയുടെ ഏറ്റവും വലിയ ആകർഷണീയത. Genghis Khan also maintained a well-organized espionage. അദ്ദേഹം ജിങ്കിസ് ഖാൻ ഓൾസോ മെയിൻറ്റെയിൻ, ഇത് കൂടാതെ മെയിൻറ്റെയിൻ അദ്ദേഹം നടപ്പിലാക്കിയിരുന്ന നടപ്പിൽ വരുത്തിയതാണ് എ വെൽ ഓർഗനൈസ്ഡ് എസ്പണേജ്. നല്ല ശക്തമായിട്ടുള്ള ഒരു എസ്പണേജ്. എന്താണ് എസ്പണേജ്? മീൻസ് ചാരസംഘം. അതായത് അദ്ദേഹത്തിന്റെ ടെറിട്ടറിയിൽ നടക്കുന്നതോ ഏതെല്ലാം വിഭാഗങ്ങൾക്ക് നടക്കുന്നതോ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അദ്ദേഹത്തിന് അറിയുന്നതിനു വേണ്ടി ശക്തമായ ഒരു ചാരസംഘത്തെയും അദ്ദേഹം സജ്ജമാക്കിയിരുന്നു. ടു കണക്ട് ദി ഡിസ്റ്റന്റ് പ്ലേസസ് ഓഫ് ദി എംപയർ വിത്ത് ദി അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സെന്ററിൽ നിന്നും ഡിസ്റ്റന്റുമായിട്ടുള്ള പ്ലേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ദി മംഗോളിയൻസ് ഇൻട്രൊഡ്യൂസ്ഡ് postal system using horses. അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ദൂരദേശങ്ങളുമായിട്ടുള്ള പ്രദേശങ്ങളെ തന്റെ ഭരണകേന്ദ്രത്തിൽ നിന്നും ബന്ധപ്പെടുന്നതിനു വേണ്ടി മംഗോളിയൻസ് ഇൻട്രൊഡ്യൂസ്ഡ് പോസ്റ്റൽ സിസ്റ്റം യൂസിങ് ഹോഴ്സസ്. കുതിരകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റൽ സംവിധാനം നടപ്പാക്കിയിരുന്നു. This communication system was known as the courier. ഈ
കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് അറിയോ? കൊറിയർ എന്ന പേരിൽ. നമുക്ക് ഇന്ന് നമ്മുടെ രാജ്യത്തൊക്കെ കൊറിയർ സിസ്റ്റം ഉണ്ട്. നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മുകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന കൊറിയർ, അതായത് പ്രൈവറ്റ് മേഖലയിലും പ്രവർത്തിക്കുന്ന കൊറിയർ സിസ്റ്റംസ് ഇന്നുണ്ട്. പക്ഷേ ജെങ്കിസ് ഖാന്റെ കാലത്ത് മംഗോളിയൻസും ഇത് നടപ്പിലാക്കിയിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ അവരുടെ കാര്യക്ഷമത, അവരുടെ ചിന്താശേഷി നിങ്ങൾ ആലോചിച്ച് നോക്കാം. ദി കൊറിയർ സിസ്റ്റം ഓഫ് ജെങ്കിസ് ഖാൻ വാസ് സ്പീഡി ആൻഡ് എഫക്റ്റീവ്. നോക്കിക്കേ, ജെങ്കിസ് ഖാന്റെ കൊറിയർ സിസ്റ്റത്തിന്റെ പ്രത്യേക ഫീച്ചറാണ് ഇത്, സ്പീഡി ആൻഡ് എഫക്റ്റീവ്. അത് വളരെ വേഗത്തിലുള്ളതും കാര്യക്ഷമതയുള്ളതുമായിരുന്നു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് തരുന്നുള്ളൂ. ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻസ്, ഇന്നത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് 2 തരുന്നു. ഹു വാസ് ദി ഫേമസ് റൂളർ ഓഫ് ദി ഓട്ടോമൻ എംപയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദി famous ruler of Ottoman Empire. Second question, second question പറയുന്നു, what were the administrative reforms introduced by Genghis Khan? Repeat. What were the administrative reforms introduced by Genghis Khan? നിങ്ങൾ ടെസ്റ്റ് നന്നായി പഠിക്കണം. നോട്ട്സ് ഈ ചോദ്യങ്ങൾ എഴുതിയ ഇത് കൂടാതെ നോട്ട്സ് പിന്നീട് നിങ്ങൾക്ക് തരും. അപ്പോൾ അതും കൂടി ഉൾപ്പെടെ നിങ്ങൾ നോട്ടിൽ കൃത്യമായിട്ട് എഴുതുക. നിങ്ങൾക്ക് സോഷ്യൽ, ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കുമായിട്ട് ഒരു അൺറൂൾഡ് നോട്ട് ബുക്കാണ് വേണ്ടത്. ആ അൺറൂൾഡ് നോട്ട് ബുക്കിലെ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ ഹിസ്റ്ററി ആരംഭിക്കുന്നു. പിന്നീട് നമ്മൾ ജോഗ്രഫി ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് സെക്കൻഡ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് നിന്നും നമുക്ക് തുടങ്ങാം. അപ്പോൾ അൺറൂൾഡ് ബുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേമിലേക്കൊക്കെ ഒരു ബുക്ക് മതിയാവും, 2നും കൂടിയിട്ട്. അപ്പോൾ നമുക്ക് റിവിഷനൊക്കെ വരുമ്പോൾ അത് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.